നെക്സ്റ്റ് ടോപ്പിക്ക് ഫങ്ഷൻസ് ഓഫ് ഓർഗനൈസേഷണൽ കൾച്ചർ. ഓർഗനൈസേഷൻ കൾച്ചറിന്റെ പ്രധാനപ്പെട്ട ബേസിക് ഫങ്ഷൻസ് എന്ന് പറയുന്നത്, ഒന്ന്, ഇറ്റ് പ്രൊവൈഡ്സ് എ സെൻസ് ഓഫ് ഐഡന്റിറ്റി ഫോർ മെമ്പേഴ്സ്. ഓർഗനൈസേഷണൽ കൾച്ചറിലൂടെ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് വരുന്നവരാണ് അവർക്കൊരു ഐഡന്റിറ്റി, സെൻസ് ഓഫ് ഐഡന്റിറ്റി ഉണ്ടാവുന്നതാണ്. രണ്ടാമത്, ഇറ്റ് എൻഹാൻസസ് കമ്മിറ്റ്മെന്റ് ടു ദ ഓർഗനൈസേഷൻ മിഷൻ. ഓർഗനൈസേഷന്റെ മിഷൻ എന്താണോ അത് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, അതിലോട്ട് എത്താനുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഇതിലൂടെ ഓർഗനൈസേഷൻ കൾച്ചറിലൂടെ വളർന്നു വരുന്നതാണ്. മൂന്നാമത്, ഇറ്റ് ക്ലാരിഫൈസ് ആൻഡ് റീഇൻഫോഴ്സസ് സ്റ്റാൻഡേർഡ് ഓഫ് ബിഹേവിയർ. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ വർക്കേഴ്സിന്റെ ബിഹേവിയർ സ്റ്റാൻഡേർഡ് റീഇൻഫോഴ്സ് ചെയ്യുന്നതിൽ സൂട്ടബിൾ ആയിട്ടുള്ള ബിഹേവിയർ കൊണ്ടുവരുന്നതിലും ക്ലാരിഫൈ ചെയ്യുന്നതിലും ഓർഗനൈസേഷണൽ കൾച്ചർ ചെയ്യുക എന്നുള്ളതും ഓർഗനൈസേഷന്റെ കൾച്ചറിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓർഗനൈസേഷൻ കൾച്ചറിന് 3 ബേസിക് ഫംഗ്ഷൻ ആണ് ഉണ്ടാവുന്നത്. പ്രൊവൈഡ് സെൻസ് ഓഫ് ഐഡന്റിറ്റി ഓഫ് മെമ്പേഴ്സ്, ഇറ്റ് എൻഹാൻസസ് ദ കമ്മിറ്റ്മെന്റ് ടു ദ ഓർഗനൈസേഷൻ മിഷൻ, 3, ഇറ്റ് ക്ലാരിഫൈസ് ആൻഡ് റീഇൻഫോഴ്സസ് സ്റ്റാൻഡേർഡ് ഓഫ് ബിഹേവിയർ. ഓർഗനൈസേഷണൽ കൾച്ചറിലൂടെ ഉണ്ടാകുന്ന ബാരിയേഴ്സ്, സ്ട്രോങ് ആയിട്ടുള്ള ഓർഗനൈസേഷണൽ കൾച്ചറിലൂടെ ഉണ്ടാകുന്ന ബാരിയേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന്, ബാരിയേഴ്സ് ടു ചേഞ്ച്. Consistency of behavior is an asset to the organization when it faces a stable environment. It may, however, burden the organization and make it difficult to respond to changes in the environment. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അസറ്റ് ആണ്. അത് സ്റ്റേബിൾ എൻവയോൺമെന്റ് ആകുമ്പോഴാണ് കൺസിസ്റ്റൻസി ഓഫ് ഓർഗനൈസേഷൻ സൂട്ടബിൾ ആയിട്ട് മാറുന്നത്. എന്നാൽ ഓർഗനൈസേഷൻ എൻവയോൺമെന്റ് ചേഞ്ചിങ് ആണെങ്കിൽ അതിനനുസരിച്ച് ഡിഫിക്കൽട്ട് ചേഞ്ച് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു സ്ട്രോങ് ഓർഗനൈസേഷൻ കൾച്ചർ ഉള്ള സമയത്ത് ബുദ്ധിമുട്ടായിട്ട് മാറുന്നതാണ്. രണ്ടാമത് പറയുന്നുണ്ട്, ബാരിയർ ടു ഡൈവേഴ്സിറ്റി. Especially in the multicultural organization, people from different cultural background may brings diverse strength to the workforce. Yet these diverse strength behaviors are likely to be diminished in strong organizational culture due to the strong pressure for conformity. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറെന്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ആണ് വർക്ക് പ്ലേസിൽ ഡൈവേഴ്സ് സ്ട്രെങ്ത് ഓർഗനൈസേഷന് പലതരത്തിലുള്ള സ്ട്രെങ്ത് ഉണ്ടാവുന്നത്. അപ്പോൾ സ്ട്രോങ് ഓർഗനൈസേഷണൽ കൾച്ചർ കൊണ്ടുവരുന്നത് വഴി ഡൈവേഴ്സ് സ്ട്രെങ്ത് അത് കുറഞ്ഞു പോകാൻ കാരണമായി തീരുന്നതാണ്. മൂന്നാമത് പറയുന്നുണ്ട്, ബാരിയർ ടു അക്വിസിഷൻ ആൻഡ് മെർജർ. During acquisition and merger, high degree of cultural influence take place when 2 or more companies having different organization culture merging all need to evolve a unique culture for the newly emerged organization. അക്വിസിഷൻ ആൻഡ് മെർജിങ്ങിന്റെ സമയത്ത് 2 കമ്പനികൾ കൂടി ചേർന്ന ഒരു കമ്പനി ആവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് 2 കൾച്ചർ കൂടി ചേർന്നുകൊണ്ട് അവിടെ ഒരു യൂണിഫോം ആയിട്ടുള്ള മെർജിങ് കൾച്ചർ ഉണ്ടാകേണ്ടതാണ്. അപ്പം അങ്ങനെയുള്ള കേസിൽ 2 കമ്പനികൾക്കും സ്ട്രോങ് ആയിട്ടുള്ള കൾച്ചർ ആണെങ്കിൽ അവിടെ കൂടി ചേർന്നുകൊണ്ട് ഒരു നല്ല കൾച്ചർ, ന്യൂലി എമർജ്ഡ് ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന സമയത്ത് പലതരത്തിലുള്ള നെഗറ്റീവ് റോള് ഈ സ്ട്രോങ് കൾച്ചറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് മൂന്നാമത്തെ ബാരിയർ ആയിട്ട് പറയുന്നത്, ബാരിയർ ടു അക്വിസിഷൻ ആൻഡ് മെർജർ. നെക്സ്റ്റ് ടോപ്പിക്ക്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഓർഗനൈസേഷണൽ കൾച്ചർ. In an organization, culture begins through various forces. Once organizational culture is created, the culture is sustained through the various other factors. ഒരു ഓർഗനൈസേഷനിലെ കൾച്ചർ ഫോം ചെയ്തു വരുന്ന പല ഫാക്ടേഴ്സിനെ വെച്ചുകൊണ്ടാണ്, പല ഫോഴ്സസിനെ വെച്ചുകൊണ്ടാണ്. അപ്പോൾ കൾച്ചർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോകുന്നതും വേറെ പല കൾച്ചർ ഫാക്ടേഴ്സിനെ, ഫോഴ്സസിനെ വെച്ചുകൊണ്ടാണ്. ആഫ്റ്റർ ദിസ് സ്റ്റേജ് കൾച്ചർ ആർ ഫോംഡ് ആൻഡ് ദെൻ ദ എംപ്ലോയീസ് ലേൺ കൾച്ചർ ബൈ മിയർലി എക്സിസ്റ്റിംഗ് ഇൻ എ പർട്ടിക്കുലർ കൾച്ചറൽ എൻവയോൺമെന്റ്. ഓർഗനൈസേഷന്റെ കൾച്ചർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയീസ് ആ കൾച്ചർ ലേൺ ചെയ്യുകയും ആ പർട്ടിക്കുലർ കൾച്ചറൽ എൻവയോൺമെന്റിൽ നിന്നുകൊണ്ട് അവരെ കൾച്ചർ ലേൺ ചെയ്യുകയും ചെയ്യുന്നതാണ്. ലെറ്റ് us now learn the beginning of culture, sustaining the culture, formation of culture and learning the culture by employees. അപ്പോൾ എങ്ങനെയാണ് കൾച്ചർ ഫോം ചെയ്യുന്നത്, ബിഗിൻ ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഓർഗനൈസേഷൻ നിലനിൽക്കുന്നത്, അതെങ്ങനെയാണ് എംപ്ലോയീസ് ലേൺ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ പ്രോസസ്സ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ദ പ്രോസസ് ഓഫ് കൾച്ചർ ക്രിയേഷൻ ഒക്കേഴ്സ് ഇൻ ദ 3 ways. അപ്പോൾ കൾച്ചർ ക്രിയേഷൻ ഉണ്ടാവുന്ന 3 വേസിലൂടെയാണ്. ഫസ്റ്റ് വൺ, എംപ്ലോയീസ് ഓൺലി ഹയർ ആൻഡ് കീപ് എംപ്ലോയീസ് ഹു തിങ്ക് ആൻഡ് ഫീൽ ദ വേ ദേ ഡു. അപ്പോൾ എംപ്ലോയീസ് അവരെങ്ങനെയാണോ ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, അങ്ങനെ പ്രവർത്തിക്കുന്ന എംപ്ലോയീസിനെയാണ് ഓർഗനൈസേഷനിൽ എംപ്ലോയി ചെയ്യുകയും ഹയർ ചെയ്യുകയും കീപ്പ് ചെയ്യുകയും ചെയ്യത്തുള്ളൂ. രണ്ടാമത്, എംപ്ലോയീസ് ഇൻഡോക്ട്രിനേറ്റ് ആൻഡ് സോഷ്യലൈസ് ദീസ് എംപ്ലോയീസ്.
അപ്പോൾ എംപ്ലോയീസ് അങ്ങനെ സെലക്ട് ചെയ്തിട്ടുള്ള എംപ്ലോയീസിനെ അവരുടെ തിങ്കിങ് പാറ്റേൺ, ഫീലിംഗ് പാറ്റേൺ ഒക്കെ കൊണ്ടുവരുന്നതിനും ആ എംപ്ലോയീസിനെ സോഷ്യലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നതാണ്. മൂന്നാമത്, ടോപ്പ് മാനേജ്മെന്റ് ഓൺ ബിഹേവിയർ ആക്ട് ആസ് എ റോൾ മോഡൽ ദാറ്റ് എൻകറേജസ് ടു എംപ്ലോയീസ് ടു ഐഡന്റിഫൈ വിത്ത് ദം. ടോപ്പ് മാനേജ്മെന്റ് ബിഹേവിയറിനെ റോൾ മോഡൽ ആക്കി കണ്ടുകൊണ്ട് എംപ്ലോയീസ് ആ ബിഹേവിയർ ഐഡന്റിഫൈ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എൻകറേജ് ചെയ്യേണ്ടത്. 3 forces play important part in sustaining the culture. കൾച്ചർ നിലനിർത്തുന്നതിൽ പ്രധാനമായിട്ട് 3 ഫോഴ്സാണ് വരുന്നത്. സെലക്ഷൻ പ്രാക്ടീസസ്, ആക്ഷൻ ഓഫ് ടോപ്പ് മാനേജ്മെന്റ്, സോഷ്യലൈസേഷൻ മെത്തേഡ്. അപ്പോൾ കൾച്ചർ ഫോം ചെയ്യുന്നതിൽ 3 കാര്യങ്ങൾ, അത് സസ്റ്റെയിൻ ചെയ്യുന്നതിൽ 3 ഫാക്ടേഴ്സാണ് വരുന്നത്. സെലക്ഷൻ പ്രാക്ടീസസ്, ആക്ഷൻസ് ഓഫ് ടോപ്പ് മാനേജ്മെന്റ് ആൻഡ് സോഷ്യലൈസേഷൻ മെത്തേഡ്. An organizational culture is thus formed through the interaction of various forces. Mainly these forces are philosophy of the organization, selection criteria, top management as a role model, and socialization process. Employees come to know about their organization culture through 3 various mechanisms. Some important mechanisms are involved below. അപ്പോൾ ഓർഗനൈസേഷൻ കൾച്ചർ ഫോം ചെയ്യുന്നത് ഓർഗനൈസേഷന്റെ ഫിലോസഫി, സെലക്ഷൻ ക്രൈറ്റീരിയ, ടോപ്പ് മാനേജ്മെന്റ് റോൾ മോഡലായി കൺസിഡർ ചെയ്തുകൊണ്ട് സോഷ്യലൈസേഷൻ പ്രോസസ്സ് മുതലായവയിലൂടെയാണ്. ഫോം ചെയ്ത കൾച്ചർ എംപ്ലോയീസിലോട്ട് എത്തുന്നത് പല മെക്കാനിസത്തിലൂടെയാണ്. അത് ഇതിലൂടെയൊക്കെയാണ് എത്തുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഒന്ന്, സിംബൽസ്. These are the material objects that connote meanings and extend beyond their intrinsic content. അപ്പോൾ സിംബൽസ് എന്ന് പറയുന്നത് അതിന്റെ ഇൻട്രിൻസിക് കണ്ടന്റ്, അതിന്റെ വിസിബിൾ ആയിട്ടുള്ള കണ്ടന്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതിനെന്താണ് മീനിങ് ഉള്ളത്, അങ്ങനെയുള്ള മെറ്റീരിയൽസിന് പറയുന്നതാണ് സിംബൽസ് എന്ന് പറയുന്നത്. പല സിംബൽസിലൂടെയാണ് ഈ കൾച്ചർ എംപ്ലോയീസിലോട്ട് എത്തുന്നത്. അടുത്തത് സ്റ്റോറീസ്. സ്റ്റോറീസ് ഇല്ലുസ്ട്രേറ്റ് ദ കീ ആസ്പെക്ട് ഓഫ് ഓർഗനൈസേഷൻ കൾച്ചർ, ടെല്ലിംഗ് ദം ക്യാൻ എഫക്റ്റീവ്ലി ഇൻട്രൊഡ്യൂസ് ഓർ റീഅഫൈം ദോസ് വാല്യൂസ് ടു ദ എംപ്ലോയീസ്. സ്റ്റോറീസിലൂടെ ഓർഗനൈസേഷന്റെ കാര്യങ്ങൾ, ആസ്പെക്റ്റുകളാണ് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നത് അവരുടെ കൾച്ചർ. അപ്പോൾ അതിലൂടെ സ്റ്റോറി ടെല്ലിങ്ങിലൂടെ എഫക്റ്റീവായിട്ട് ഓർഗനൈസേഷന്റെ വാല്യൂസ് എംപ്ലോയീസിലോട്ട് എത്തിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത പറയുന്നുണ്ട് ജാർഗൺ. ഇത് സ്പെഷ്യൽ ലാംഗ്വേജ് ദാറ്റ് ഡിഫൈൻ എ കൾച്ചർ. ഓർഗനൈസേഷന്റെ ഉള്ളിലെ കൾച്ചർ ഡിഫൈൻ ചെയ്യുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ചില ലാംഗ്വേജസ് ആണ് ജാർഗൻ എന്ന് പറയുന്നത്. ജാർഗനിലൂടെയും കൾച്ചർ എംപ്ലോയീസിലൂടെ എത്തുന്നുണ്ട്. അടുത്ത സെറിമോണീസ്. They are the repetitive sequence of activities that express and reinforce the key values of the organization. ഓർഗനൈസേഷന്റെ കീ വാല്യൂസ് എംപ്ലോയീസിലോട്ട് എത്തുന്ന റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള സീക്വൻസ് അല്ലെങ്കിൽ റീഇൻഫോഴ്സ് ചെയ്യുന്ന കീ വാല്യൂ, റീഇൻഫോഴ്സ് ചെയ്യുന്ന കാര്യങ്ങളാണ് സെറിമോണീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനൊക്കെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾസ് കാണും. അങ്ങനെ ആ സെറിമോണീസിലൂടെയും എംപ്ലോയീസിലോട്ട് ഈ പറയുന്ന വാല്യൂസ് കൾച്ചർ എത്തുന്നതാണ്. അടുത്ത പറയുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രിൻസിപ്പിൾസ്. It is done to define culture in writing. Some organizations have explicitly written their principles for all to see. ചില ഓർഗനൈസേഷൻസ് എഴുതി തയ്യാറാക്കിയിട്ടുള്ള ചില കൾച്ചർ ഉണ്ടായിരിക്കും, ഡിഫൈൻ ചെയ്ത കൾച്ചർ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ എഴുതി തയ്യാറാക്കിയിട്ടുള്ള പ്രിൻസിപ്പിൾസ് അതിനെ പറയുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രിൻസിപ്പിളിലൂടെയും ഓർഗനൈസേഷൻസിൽ ആ കൾച്ചർ എംപ്ലോയീസിലൂടെ എത്തുന്നതാണ്. അപ്പോൾ ഓർഗനൈസേഷണൽ കൾച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, അതായത് ഓർഗനൈസേഷണൽ കൾച്ചർ എങ്ങനെയാണ് ബിഗിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് എംപ്ലോയിലോട്ട് ആ കൾച്ചർ എത്തുന്നത്, അങ്ങനെ 4 പ്രോസസ്സാണ് കൾച്ചർ വരുന്നത്, കൾച്ചർ ഫോർമേഷനിൽ വരുന്നത്. അതിൽ എംപ്ലോയിയിലെ കൾച്ചർ ബിഗിൻ ചെയ്യുന്നത് 3 കാര്യങ്ങളിലൂടെയാണ്. ഒന്ന്, എംപ്ലോയീസ് അവരെ പോലെ ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്നവരെ മാത്രമേ ഹയർ ചെയ്യുകയും കീപ്പ് ചെയ്യുകയും ചെയ്യത്തുള്ളൂ. അവർ അതിലൂടെ എംപ്ലോയീസിനെ ഇൻഡോക്ട്രൈനേറ്റ് ചെയ്യാനും സോഷ്യലൈസ് ചെയ്യാനും ശ്രമിക്കും. ടോപ്പ് മാനേജ്മെന്റിന്റെ റോൾ മോഡലായിട്ട് കണ്ടുകൊണ്ട് അത് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലൂടെ ഓർഗനൈസേഷണൽ കൾച്ചർ ഫോം ചെയ്യുന്നു, ബിഗിൻ ചെയ്യുന്നു. ഇനി ഓർഗനൈസേഷണൽ കൾച്ചർ സസ്റ്റെയിൻ ചെയ്യുന്നത് സെലക്ഷൻ പ്രാക്ടീസസ്, ആക്ഷൻസ് ഓഫ് ടോപ്പ് മാനേജേഴ്സ്, സോഷ്യലൈസേഷൻ മെത്തേഡിലൂടെയാണ്. അതിനുശേഷം ഓർഗനൈസേഷൻ കൾച്ചർ ഫോം ചെയ്യുന്നത് പലതരത്തിലുള്ള ഫോഴ്സസിന്റെ ഇന്ററാക്ഷൻ മൂലമാണ്. അങ്ങനെയുള്ള ഫോഴ്സസ് എന്ന് പറയുന്നത് ഫിലോസഫി ഓഫ് ഓർഗനൈസേഷൻ, സെലക്ഷൻ ക്രൈറ്റീരിയ, ടോപ്പ് മാനേജ്മെന്റ് ആസ് റോൾ മോഡൽ, സോഷ്യലൈസേഷൻ പ്രോസസ് ആണ്. അവസാനം ഈ കൾച്ചർ
എംപ്ലോയീസിലോട്ട് എത്തുന്നത് പല മെക്കാനിസത്തിലൂടെയാണ്. ആ മെക്കാനിസം എന്ന് പറയുന്നത് സിംബൽസ്, സ്റ്റോറീസ്, ജാർഗൻ, സെറിമോണീസ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രിൻസിപ്പിൾസ് മുതലായ മെക്കാനിസത്തിലൂടെയാണ് ഈ ഓർഗനൈസേഷൻ ഫോം ചെയ്തിട്ടുള്ള കൾച്ചർ എംപ്ലോയീസിലോട്ട് എത്തുന്നത്. അടുത്തത് നെക്സ്റ്റ് ടോപ്പിക് ഇമ്പാക്ട് ഓഫ് ഓർഗനൈസേഷൻ കൾച്ചർ. അപ്പോൾ ഓർഗനൈസേഷന്റെ കൾച്ചർ സക്സസ്ഫുൾ ആയിട്ട് ഓർഗനൈസേഷൻ പോകുന്നതിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് റെസ്പോൺസിബിൾ ആയിട്ട് വരുന്നത് എന്നതിനെ കുറിച്ച് പല സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റഡിയാണ് കോട്ടർ ആൻഡ് എസ്കെറ്റിന്റെ. അതിന്റെ പ്രധാനപ്പെട്ട 4 കൺക്ലൂഷൻസ് ആണ് നാം പറയാൻ പോകുന്നത്. ഒന്ന്, corporate culture can have a significant impact on the firm's long-term economic performance. അപ്പോൾ കോർപ്പറേറ്റ് കൾച്ചർ ഒരു ഓർഗനൈസേഷന്റെ ദീർഘനാളത്തേക്കുള്ള എക്കണോമിക് പെർഫോമൻസിൽ പ്രധാനമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട, സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കൺക്ലൂഷൻ ആയിട്ട് പറയുന്നത്. 2, കോർപ്പറേറ്റ് കൾച്ചർ വിൽ പ്രോബബിലി be an even more important factor in determining the success and failure of firms in future. ഭാവിയിൽ ഒരു ഓർഗനൈസേഷന്റെ ഫെയിലർ അല്ലെങ്കിൽ സക്സസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ കോർപ്പറേറ്റ് കൾച്ചർ പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് ആ സ്റ്റഡിയിലെ രണ്ടാമത്തെ കൺക്ലൂഷൻ ആയിട്ട് പറയുന്നത്. മൂന്നാമത്, കോർപ്പറേറ്റ് കൾച്ചർ ദാറ്റ് ഇൻഹിബിറ്റ് സ്ട്രോങ് ലോങ് ടേം ഫിനാൻഷ്യൽ പെർഫോമൻസ് ആർ നോട്ട് റയർ. They develop easily even in firms where there is a full of reasonable and intelligent people. അപ്പോൾ കോർപ്പറേറ്റ് കൾച്ചർ സ്ട്രോങ് ഫിനാൻഷ്യൽ പെർഫോമൻസ് കൊണ്ടുവരുന്നതാണ്. അത് റെയർ ആയിട്ടല്ല കൊണ്ടുവരുന്നത്. അങ്ങനെ കോർപ്പറേറ്റ് കൾച്ചർ ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ചെറിയ ഫേംസ് ആണെങ്കിലും റീസണബിൾ ആയിട്ട് ഇന്റലിജന്റ് പീപ്പിൾ ഉള്ള ഫേംസിലാണെങ്കിൽ പോലും കോർപ്പറേറ്റ് കൾച്ചർ ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. നാലാമത്, ഓൾദോ ടഫ് ടു ചേഞ്ച് കോർപ്പറേറ്റ് കൾച്ചർ ക്യാൻ ബി മെയ്ഡ് മോർ പെർഫോമൻസ് എൻഹാൻസിങ്. അപ്പോൾ ഒരു കോർപ്പറേറ്റ് കൾച്ചർ ടഫ് ടു ചേഞ്ച് ആണ്, പെട്ടെന്ന് മാറ്റം വരുത്താൻ പറ്റാത്തതാണെങ്കിൽ, സ്ട്രോങ് ആയിട്ടുള്ളതാണെങ്കിൽ അത് ഓർഗനൈസേഷന്റെ പെർഫോമൻസ് കൂടുതൽ ഉണ്ടാക്കുന്നതിന് കാരണമായി തീരുന്നുണ്ട്. ഇൻ ആൻ ഓർഗനൈസേഷൻ, കോമ്പിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ്, innovation, risk taking, attention to detail, outcome orientation, people orientation, team orientation, aggressiveness, stability are perceived as an organizational culture having either high strength or low strength in between, which leads to performance and satisfaction. ഒരു ഓർഗനൈസേഷനിലെ കൾച്ചറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഇന്നോവേഷൻ, റിസ്ക് ടേക്കിംഗ്, അറ്റൻഷൻ ഡീറ്റെയിൽ പോലെയുള്ള ഫാക്ടേഴ്സ് ഓർഗനൈസേഷൻ കൾച്ചറിൽ വരുന്നത് വഴി അത് ഓർഗനൈസേഷനിൽ ഹൈ സ്ട്രെങ്ത് ആയിട്ടോ ലോ സ്ട്രെങ്ത് ആയിട്ടോ ഉൾപ്പെടുത്തുന്നത് വഴി ഓർഗനൈസേഷന്റെ പെർഫോമൻസും സാറ്റിസ്ഫാക്ഷനും കൂട്ടാൻ സാധിക്കുന്നതാണ്. The impact of culture on organization effectiveness is both functional as well as dysfunctions. അപ്പോൾ കൾച്ചർ ഓർഗനൈസേഷന്റെ പെർഫോമൻസ് എഫക്റ്റീവ്നെസ് കൂട്ടുന്നതിൽ കുറയ്ക്കുന്നതിൽ കാരണമായി തീരുന്നുണ്ട്. ഓൺ ദ പോസിറ്റീവ് സൈഡ്, കൾച്ചർ ഹാസ് ഇമ്പാക്ട് ഓൺ കൺട്രോൾ, നോർമറ്റീവ്, ഓർഡർ, ഇന്നോവേഷൻ, പ്രൊമോഷൻ ആൻഡ് എംപ്ലോയീസ് പെർഫോമൻസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻസ്. പോസിറ്റീവ് സൈഡിൽ ചിന്തിക്കുമ്പോഴത്തേക്കും കൾച്ചർ ഓർഗനൈസേഷനിൽ ഫേവറബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ, ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നുണ്ട്, പ്രൊമോഷൻസ് കൊണ്ടുവരുന്നുണ്ട്, എംപ്ലോയീസ് പെർഫോമൻസ് കൂട്ടുന്നുണ്ട്, സാറ്റിസ്ഫാക്ഷൻ ഉറപ്പാക്കുന്നുണ്ട്. നെഗറ്റീവ് സൈഡിലൂടെ പറയുകയാണെങ്കിൽ കളക്റ്റീവ് ബ്ലൈൻഡ് സ്പോട്ട്സ്, റെസിസ്റ്റൻസ് ചേഞ്ച് ആൻഡ് ഇന്നോവേഷൻസ് മുതലായ കാര്യങ്ങളിൽ ഓർഗനൈസേഷൻ കൾച്ചർ നെഗറ്റീവ് സൈഡായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർഗനൈസേഷണൽ കൾച്ചർ, ഓർഗനൈസേഷന്റെ പെർഫോമൻസ്, ഓർഗനൈസേഷന്റെ എഫക്റ്റീവ്നെസ് കൂടുന്നതിൽ ഓർഗനൈസേഷന്റെ കൾച്ചറിനെ കുറിച്ച് പല സ്റ്റഡി നടന്നിട്ടുണ്ട്. അതിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സ്റ്റഡിയാണ് കോട്ടർ ആൻഡ് ഹെസ്കെറ്റിന്റെ. അതിന്റെ കൺക്ലൂഷൻസ് എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ ലോങ് ടൈം എക്കണോമിക് പെർഫോമൻസിൽ ഓർഗനൈസേഷൻ കൾച്ചർ, കോർപ്പറേറ്റ് കൾച്ചർ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഓർഗനൈസേഷന്റെ സക്സസ് ആൻഡ് ഫെയിലിയർ നിർണ്ണയിക്കുന്നതിൽ ഓർഗനൈസേഷൻ കൾച്ചർ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഓർഗനൈസേഷൻസിന് സ്ട്രോങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പെർഫോമൻസ് കൊണ്ടുവരുന്നതിലും ഓർഗനൈസേഷൻ കൾച്ചർ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഓർഗനൈസേഷനിൽ സ്ട്രോങ് ആയിട്ടുള്ള കൾച്ചർ ഉണ്ടെങ്കിൽ ആ ഓർഗനൈസേഷന്റെ പെർഫോമൻസ് കൂടുതലായിട്ട് പെർഫോം ചെയ്യും എന്നുള്ളതാണ് റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള സ്റ്റഡിയുടെ കൺക്ലൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻ കൾച്ചർ ഓർഗനൈസേഷനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള പെർഫോമൻസ് ഓർഗനൈസേഷന്റെ പെർഫോമൻസ് കൂട്ടാനും നെഗറ്റീവായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും, അതായത് റെസിസ്റ്റൻസ് ടു ചേഞ്ച് ആൻഡ് ഇന്നോവേഷൻ പോലെയുള്ള കളക്റ്റീവ് ബ്ലൈൻഡ് സ്പോട്ട് പോലെയുള്ള കാര്യങ്ങളോട്, ഗ്രൂപ്പ് തിങ്കിങ്ങിലോട്ടൊക്കെ നെഗറ്റീവ് സൈഡിൽ ഓർഗനൈസേഷൻ കൾച്ചറിന്റെ നെഗറ്റീവ് സൈഡ് എത്തിക്കുന്നതാണ്.